എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് കുറച്ച് ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷനുകൾ കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ആണ്. ഇതാ ഇപ്പം ലിനന്റെ ഒക്കെ ബ്ലെൻഡ് ആയിട്ട് നല്ലതുപോലെ ചേർന്ന് കിടക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു പ്യുവർ ടെസർ ഇട്ട് കഴിയുമ്പോഴുള്ള അതേ ഫീല് തരുന്ന സെമി ടെസറിൽ വന്നിരിക്കുന്ന 2 ചുരിദാർ മെറ്റീരിയല്, പിന്നെ ജോർജറ്റിൽ വന്നിരിക്കുന്ന 2 മെറ്റീരിയല്, അതുപോലെ ഇപ്പൊ നല്ല ട്രെൻഡിങ്ങിൽ പോകുന്ന ഷിമ്മർ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന 2 മെറ്റീരിയല്. അപ്പൊ ഇത്രയ്ക്ക് സാധനങ്ങൾ നമുക്ക് ഇപ്പോ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്കും ലാവൻഡറും കൂടി കലർന്ന ഒരു ഷെയ്ഡാണ്. അതിൽ ഫ്രണ്ട് സൈഡിൽ ഫുൾ ആയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഓരോ മിറേഴ്സ് സ്കാറ്റർ ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ ഇത് പ്ലെയിൻ അല്ലാത്ത ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇതില് ഒരു സെൽഫ് ആയിട്ട് ഒരു ഡിസൈൻ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ദാമൻ പോർഷനിൽ ഇതുപോലെയാണ് ഇതിന്റെ ദാമൻ പോർഷനിൽ സ്ട്രൈപ്സ് ആണ് പോയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ. ഇതൊക്കെ നല്ല നീളവും വീതിയും ഉള്ള തുണിയാണ് കേട്ടോ. 48 സൈസ് വരെ ഉള്ളവർക്ക് തയ്ക്കാൻ പറ്റുന്ന തരം മെറ്റീരിയൽ ആണ്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. ഇനി ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ടോപ്പിന്റെ ദാമൻ പോർഷനിലുള്ള സ്ട്രൈപ്സ് ഇല്ലേ, അതുപോലത്തെ സ്ട്രൈപ്സ് ആണ് ഈ ദുപ്പട്ടയ്ക്ക് വന്നിരിക്കുന്നത്. അത് കൂടാതെ ഈ സൈഡിൽ കണ്ടോ ഒരു ചെറിയൊരു ഗോൾഡൻ സെറി വീവ് ഇതിൽ പോയിട്ടുണ്ട്. അപ്പോ ഇതിന്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1260. ഇത് മെറ്റീരിയൽ എന്താന്ന് പറഞ്ഞാല് ലിനൻ ബ്ലെൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളുടെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന തരം, പറന്ന് നിൽക്കുന്നതൊന്നും അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെയാണ്. വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൗ ഷെയ്ഡില് ഇതുപോലെ ഫ്രണ്ടില് ചെറിയ ചെറിയ മിറേഴ്സ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നു. അതിന്റെ ദാമൻ പോർഷനിൽ സ്ട്രൈപ്സിന്റെ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടല്ല ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ദാമൻ പോർഷനിലുള്ള സ്ട്രൈപ്സിന്റെ അതേ ഡിസൈൻ തന്നെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇതൊക്കെ നല്ല നീളവും വീതിയും ഉള്ള മെറ്റീരിയൽ ആട്ടോ. ഇതിന്റെയും സൈഡിൽ കണ്ടോ ചെറിയൊരു ഗോൾഡൻ സെറി വീവ് കൊണ്ട് ഒരു ചെറിയൊരു ബോർഡർ പോയിട്ടുണ്ട്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടാണ്. ഇതിറ്റ് വന്നിരിക്കുന്നത് 1260. ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഞാൻ കുറച്ച് മടക്കി വെച്ചു കേട്ടോ, ഭയങ്കര ലെങ്ത് മടക്കാതെ പിടിക്കുമ്പോ. അപ്പൊ ഇതും അതുപോലെ തന്നെ ഫ്രണ്ടില് ഫുള്ളായിട്ട് ഓരോ ചെറിയ മിറർ ആണ് സ്കാറ്റർ ചെയ്ത് പോയിരിക്കുന്നത്. ദാമൻ പോർഷൻ വരുന്നത് ഇതുപോലെയാണ്. ഇതേ ഡിസൈൻ തന്നെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയും ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയുടെ സൈഡിലും ഇതുപോലെ ഒരു ചെറിയൊരു ഗോൾഡൻ സെറി വീവ് പോയിട്ടുണ്ട്. ഇത് 48 സൈസ് വരെയുള്ളവർക്ക് തയ്ക്കാൻ പറ്റുന്ന അത്രയ്ക്ക് മെറ്റീരിയൽ ഇതുണ്ട്. നല്ലതുപോലെ നീളവും വീതിയുമുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു ബോട്ടാണ്. ഇങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഇത് ലിനൻ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ് ആണ്, നമ്മുടെ ദേഹത്തോടൊക്കെ നല്ലതുപോലെ ഒതുങ്ങിക്കെടുക്കുന്ന മെറ്റീരിയൽ ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1260. മെറ്റീരിയൽ വന്നിരിക്കുന്നത് സെമി ടെസറിൽ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. പക്ഷെ ഇത് പ്യുവർ ടെസറിന്റെ ഫിനിഷിംഗ് ആണ് ഇത് തരുന്നത്. കാരണം പ്യുവർ ടെസർ ചുരിദാർ ഇടുമ്പോൾ ഉള്ള ഒരു അതേ ഫീല് തന്നെ തരുന്ന അത്രയും പ്രീമിയം ക്വാളിറ്റി ഉള്ള സെമി ടെസറിന്റെ മെറ്റീരിയൽ ആണിത്. അപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഞാറയ്ക്ക കളറിൽ ഇതുപോലെ സ്ട്രൈപ്സ് ആണ്. ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തന്നെയാണ് സ്ട്രൈപ്സ് വന്നിരിക്കുന്നത്. ഈ സ്ട്രൈപ്സ് ഉള്ള മെറ്റീരിയൽ കൊണ്ട് ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് വണ്ണമുള്ളവർക്ക് ഒരു ഇച്ചിരി വണ്ണമൊക്കെ കുറവ് തോന്നും, കുറച്ചൊരു ഒതുക്കം തോന്നുന്നതാണ് ഈ സ്ട്രൈപ്സ്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് സാൻഡൂണിൽ വന്നിരിക്കുന്ന ബോട്ടാണ്. ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഏറ്റവും ഭംഗി. ഉണ്ടോ, ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇതും നല്ല ലെങ്ത്തും വിട്ടും ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. 48 വരെ സൈസ് ഉള്ളവർക്ക് ഇത് തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്. ഇതിന്റെ ദുപ്പട്ട ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1850. ഇത്ര റേറ്റ് വരാനായിട്ട് കാരണം ഇത് സെമി ടെസർ എന്ന് പറഞ്ഞാലും
ഒരു പ്യുവർ ടെസറിന്റെ ഫീല് തരുന്ന ഒരു ഫാബ്രിക് ആണ്. അതുകൊണ്ടാണ് അതിന് ഇത്രയ്ക്കും റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വന്ന ഷെയ്ഡ് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഞാറയ്ക്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലൂ ഷെയ്ഡില്, അത് നേവി ബ്ലൂ, ഒരു ടർക്കോയിഷ് ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ്. അതിൽ ഇതുപോലെ ഓഫ് വൈറ്റ് സ്ട്രൈപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ ഇത് ഈ സ്ട്രൈപ്സ് ഉള്ളത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒതുക്കം കിട്ടുന്ന ഒരു ഫാബ്രിക് ആണ്. നല്ലതുപോലെ ഫാബ്രിക് ഉണ്ട്. 48 സൈസ് വരെ ഉള്ളവർക്ക് ഇത് തയ്ക്കാൻ പറ്റും. ഇതിന്റെ ദുപ്പട്ട വരുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസ് ആണ് ഇതിൽ ഫുൾ വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയാണ്. അതുപോലെ നല്ല നീളവും വീതിയും ഉള്ള ദുപ്പട്ടയുമാണ്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ സാൻഡൂണിൽ വന്നിരിക്കുന്ന ഒരു ബോട്ടാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1850. ഇത് വരുന്നത് ഫോക്സ് ജോർജറ്റിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് അതിന്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതിന്റെ യോക്കിൽ ഇതുപോലെ ചെറിയൊരു സീക്വൻസ് വെച്ചിട്ടുള്ള ഒരു വർക്കും ഉണ്ട്. സെന്ററില് ബ്രാസോന്റെ ഒരു പീസും ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബോട്ടം ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഞാൻ പിടിച്ചിരിക്കണം കേട്ടോ. ബോട്ടം ഇതിന്റെ ബാക്കിലുണ്ട്. പിന്നെ ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ്. ദുപ്പട്ട വന്നിരിക്കുന്നത് ബ്രാസോ പ്രിന്റിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. നല്ല നീളവും വീതിയുമുള്ള ദുപ്പട്ടയാണ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ ദുപ്പട്ട കാണാനായിട്ട്. അപ്പോ ഇതുപോലെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1150, 1150. മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജറ്റിൽ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇത് പ്ലെയിൻ ആണ്. ടോപ്പും ബോട്ടവും ഇതിന്റെ പ്ലെയിൻ ആണ്. ഇതിന്റെ ലൈനിങ് ഞാൻ ഇതിന്റെ ബാക്കിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇതില് ഫ്രണ്ടിൽ ഇതുപോലെ പോട്ടിലി ബട്ടൺ മാത്രമാണ് ഉള്ളത്, വേറെ ഒന്നുമില്ല. ഫ്രണ്ടും ബാക്കും പ്ലെയിൻ ആണ്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടം തന്നെ മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡ് ആണ്. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ബ്രാസോ പ്രിന്റിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ഇത് തലയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിൽക്കുന്ന ദുപ്പട്ടയാണ്. അതുപോലെ രണ്ട് സൈഡിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റും. നല്ല നീളവും വീതിയുള്ള ദുപ്പട്ടയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1180. ഈ മെറ്റീരിയല് ഇപ്പൊ നല്ല ട്രെൻഡിൽ പോകുന്ന ഒരു മെറ്റീരിയൽ. ഈ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ അതിന് ഒരു ഗ്ലിറ്റർ ഇഫക്റ്റ് ഇല്ല. ഇതുമേ ഒരു തിളക്കം ഇതിനുണ്ട്. എന്നാൽ അത് ഓവറായിട്ടുള്ള ഒരു തിളക്കല്ല. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്. ഷിമ്മറിൽ വന്നിരിക്കുന്ന ഫാബ്രിക് ആണ്. അപ്പൊ ഇതിന്റെ യോക്കില് മുഴുവൻ ഇതുപോലെ ബീഡ്സ് വർക്കാണ്. കണ്ടോ, യോക്ക് നോക്ക്. യോക്കില് ഇതുപോലെ വർക്കാണ് വന്നിരിക്കുന്നത്. യോക്കിൽ മാത്രമാണ് ആ വർക്കുള്ളൂ. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും വേറെ ഒന്നുമില്ല. പ്ലെയിൻ ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. ഇത് നല്ലൊരു പിങ്കിഷ് ലാവൻഡർ ഷെയ്ഡാണ്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ്. പിന്നെ ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ 4 സൈഡിലും ഇതുപോലെ ഈ യോക്കിൽ വെച്ചിരിക്കുന്നത് പോലത്തെ തന്നെ ഒരു സീക്വൻസിന്റെ വർക്കാണ് ഉള്ളത്. കണ്ടോ, ഇതുപോലെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഇത് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1545. ഇത് തയ്ച്ചു കഴിഞ്ഞ് ചിലർ ചോദിക്കും ഇത് എങ്ങനെ ഒതുങ്ങി കിടക്കുന്നതാണോ. ഇത് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് ആണ്. നമ്മളുടെ കടയിൽ നിന്ന് ഇത് ഒരുപാട് പേര് വന്ന് പർച്ചേസ് ചെയ്ത് പോയതാണ്. നല്ലൊരു ഫാബ്രിക് ആണ്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു സീ ബ്ലൂ ഷെയ്ഡാണ്. അതിലും യോക്കിൽ ഇതുപോലെ നിറച്ച് വർക്കാണ്. ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പം യോക്കിൽ മാത്രമാണ് അതുപോലെ വർക്ക്. പിന്നെ ഇത് ഇതിൽ തന്നെ ഈ മെറ്റീരിയലിൽ തന്നെ ഒരു ഷിമ്മറിങ് ഇഫക്റ്റ് ഉണ്ട്. കണ്ടില്ലേ, ഒരു ഗ്ലേസിംഗ് പോലെ കാണുന്നില്ലേ. അപ്പം ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇതൊക്കെ നല്ല നീളവും വീതിയുള്ള മെറ്റീരിയൽ ആട്ടോ. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം ഷെയ്ഡിൽ തന്നെ ഒരു സോഫ്റ്റ് കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ യോക്കിൽ വെച്ചിരിക്കുന്ന അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഇതിന്റെ സൈഡിൽ സ്കാലപ്പ് ബോർഡറിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 1545. അപ്പൊ ഇന്ന് ഈ കാണിച്ച മെറ്റീരിയലിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.